നമസ്കാരം. അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെയും ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പറയുന്ന ഹരിനാമം ജപിച്ചുകൊണ്ടാണ് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഹരിനാമം ജപിച്ചുകൊണ്ട് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് പത്നീ വിരഹത്തിൽ മനംനൊന്തിരിക്കുന്ന മഹാദേവനെ ആശ്വസിപ്പിക്കാനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു വരികയാണ്. അദ്ദേഹം എങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആലിംഗനം ചെയ്തുകൊണ്ടാണ് മഹാദേവനെ ആശ്വസിപ്പിക്കുന്നത്. അതിൻ്റെ സ്മരണയുടെ ഭാഗമായിട്ടാണ് ഇന്നും രോഹിണി ആരാധനയ്ക്ക് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത്. പ്രകൃതി പോലും നിശ്ചലമായി പോകുന്ന വളരെ വൈകാരികമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് നമുക്ക് ഈ പറയുന്ന ആലിംഗന പുഷ്പാഞ്ജലിയുടെ സമയത്ത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ, അതായത് മഹാദേവനെ സമാധാനിപ്പിക്കാനുള്ള മഹാവിഷ്ണുവിൻ്റെ വരവറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്ന ഭക്തരെല്ലാവരും തന്നെ ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പറയുന്ന നാമജപത്തോടു കൂടി അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന നമ്മൾ ഓരോരുത്തരും മഹാവിഷ്ണുവിൻ്റെ പ്രതീകങ്ങളായാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഭഗവാനുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കാനും ഭഗവാനെ ആശ്വസിപ്പിക്കാനും ഭഗവാനെ ആലിംഗനം ചെയ്യാനുള്ളൊരു തുറന്ന മനസ്സോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടു കൂടി വേണം നമ്മളെപ്പോഴും അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാൻ. കാരണം നമ്മളും ഭഗവാനും അത്രമാത്രം ചേർന്നിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അക്കരെ കൊട്ടിയൂർ. അപ്പോൾ ഇനി അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഗോവിന്ദ ഹരി ഗോവിന്ദ നാമജപത്തോടു കൂടി എല്ലാവരും പ്രവേശിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.